എന്നത് ഉത്സവമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം അതിന്റെ എല്ലാ വൈവിധ്യങ്ങളും ഉൾക്കൊണ്ട് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണത്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അടിത്തട്ടിൽ പലതരത്തിലുള്ള സമവാക്യങ്ങളും രൂപപ്പെടാറുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമാണെങ്കിലും അവിടെ ഒരു തരത്തിൽ നമുക്ക് വെച്ച് പൊറപ്പിക്കാനാകാത്തതാണ് പരസ്യമായുള്ള വർഗീയത പറച്ചിൽ. അങ്ങനെ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് സംസാരിച്ചത് ബിജെപിയുടെ ഗുരുവായൂർ മണ്ഡലം സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണനാണ്. ഹിന്ദു MLA വേണമെന്നും ഗുരുവായൂരപ്പന് വിളക്ക് കത്തിക്കുന്ന ഹറാമാണെന്ന് പറയുന്നവരാണ് മണ്ഡലത്തിലെ MLA എന്നുമായിരുന്നു ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശം. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? അരനൂറ്റാണ്ട് കാലത്തെ അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും തടവറയിൽ നിന്നോ ഈ ഗുരുവായൂരപ്പന്റെ മണ്ണിനെ മോചിപ്പിക്കാനാണ് എന്നെ ഗുരുവായൂരപ്പൻ വിളിച്ചിരിക്കുന്നത്. ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിനെതിരെ ഇടതുമുന്നണിയും UDFും ഒരുപോലെ രംഗത്തെത്തി. വിവാദമായതോടെ തിരുത്താനുള്ള അവസരമായി വീണ്ടും ചോദ്യവുമായി മാധ്യമപ്രവർത്തകരും ഗോപാലകൃഷ്ണന്റെ മുന്നിലെത്തിയെങ്കിലും പറഞ്ഞതിൽ നിന്ന് പിന്മാറിയില്ല എന്നുള്ളത് മാത്രമല്ല, വീണ്ടും ഗോപാലകൃഷ്ണൻ അത് ആവർത്തിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മതം നോക്കിയിട്ടാണെന്നുള്ളത് മലപ്പുറത്ത് പോയി ചോദിക്കണം, എന്നോടല്ല ചോദിക്കണ്ടേ. എന്തേ മലപ്പുറത്ത് ഹിന്ദുക്കളില്ലേ? എന്റെ ഒരു ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ. അത് പോയി മലപ്പുറത്ത് ചോദിക്കുക, സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മതം നോക്കിയിട്ടാണെന്ന്. അവിടെ ഹിന്ദുക്കളില്ലേ? എന്തേ ഒരു മറ്റേ സ്ഥാനാർത്ഥി ഇല്ലാത്തത്? ഞങ്ങൾ എന്ത് പറയുമ്പോഴും വർഗീയ പരാമർശം. എന്ത് വർഗീയ പരാമർശം? വർഗീയത എന്ന് പറഞ്ഞ ഒരു മതത്തിനെതിരായിട്ടാണ് സാർ. ഞാൻ ഒരു മതത്തിനെതിരായിട്ടല്ല പറയുന്നത്. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഉണ്ടായില്ല? എന്തുകൊണ്ടൊരു ഹിന്ദു സ്ഥാനാർത്ഥി ഉണ്ടായില്ല എന്നാ ചോദ്യം. അത് മതവിരുദ്ധമാവണം എങ്ങനെ? വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുള്ള പരാമർശമാണ് ഗോപാലകൃഷ്ണൻ നടത്തിയതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ U രത്തൻ ഖൈക്കർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ 7 പരാതികളാണ് കമ്മീഷന് ലഭിച്ചിരുന്നത്. അത് MCCയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് വയലേഷൻ, എന്താ ചെയ്യാൻ പറ്റും, എന്താ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. എല്ലാ വയലേഷൻസും നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മുടെ നടപടി കൃത്യമായിട്ട് അപ്പോൾ തന്നെ നടക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഈ കേസിലും നമ്മൾ ഇന്നോ നാളെയോട് കൂടി ഒരു ആക്ഷൻ എടുത്തിരിക്കും. അപ്പോൾ തന്നെ മറുപടി ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഇമ്പാക്ട് ഉണ്ടാകൂ എന്ന് അദ്ദേഹം പറഞ്ഞത് അത് ശരിയായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം രാഷ്ട്രീയ പാർട്ടികളും കമ്മീഷനും ചേർന്ന് തയ്യാറാക്കുന്ന നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും. അതിൽ ചില കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളത്. ചെയ്യാൻ പാടില്ലാത്ത 22 കാര്യങ്ങളുണ്ട്. അതിൽ പെടുന്നതാണ് അമ്പലങ്ങൾ, പള്ളികൾ തുടങ്ങിയിട്ടുള്ള ആരാധനാലയങ്ങൾ പ്രചാരണത്തിനായി ഉപയോഗിക്കരുത് എന്നുള്ളത്. മറ്റൊന്നാണ് വോട്ടർമാരുടെ മതം, ജാതി എന്നിവ ഒന്നും പറയരുത് എന്നുള്ളത്. അടുത്തതാണ് വ്യത്യസ്ത മതങ്ങളും ജാതികളും തമ്മിലുള്ള വൈര്യം വർദ്ധിപ്പിക്കുന്ന പ്രചാരണം ഒരു തരത്തിലും പാടില്ല എന്നുള്ളത്. എന്തായാലും ഇതെല്ലാം കൃത്യമായി ഇവിടെ ഗോപാലകൃഷ്ണൻ ലംഘിച്ചിട്ടുണ്ട്. നിലവിൽ ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തിരിക്കുന്നുണ്ട്.